നിങ്ങൾ നുണപാചകം എന്നാണ് കേട്ടിട്ടുള്ളത്. അല്ല ഞങ്ങൾ പാചകം ചെയ്യുന്ന ചേട്ടൻ നുണ പറയും, നുണ പാചകം. എന്നാ ഇത് ഞങ്ങളൊന്നും ആയില്ല, തുടങ്ങിയതേ ഉള്ളൂ. അല്ല തുടങ്ങിയതല്ല, ചിക്കനൊക്കെ ഏകദേശം. രണ്ട് പേരുണ്ട്, ഒരെണ്ണം നാദറിട്ടതും ഒരെണ്ണം ഞാൻ ഇട്ടതും. തേച്ചും വെപ്പ് പറയാൻ ഭയങ്കര പാടാ. തേച്ചും വെപ്പ് ഇല്ലെങ്കിൽ തിരിച്ചും വെപ്പ് എന്നുള്ളൊരു അത് കൊളോക്കിയൽ വേർഡാന്ന് തോന്നുന്നു. അതൊരു മധ്യ കേരളത്തിലെ ഇനി ഇത് മദ്യത്തിനോട് ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന വസ്തുവായത് ആ നാട്ടിലൊക്കെ. എന്റെ പേര് WSDC. എന്റെ പേര് വിഷ്ണു എന്നാണ്. എന്റെ ഐറ്റത്തിന്റെ പേര് WSDC, സിമ്പിൾ സൈഡ് ഡിഷ് ചിക്കൻ. ചിക്കൻ WSDC തോരനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫുഡ്. എങ്ങനെയുണ്ട് ഈ പേര് കേൾക്കുമ്പോ സിമ്പിൾ ആയിട്ട് തോന്നുന്നു. അതാണ് എന്റെ ഒരു പേരും കൂടി ആഡ് ഓൺ ചെയ്തത്. ഞെട്ടിക്കണം. ഫസ്റ്റ് തീർച്ചയായിട്ടും. താങ്ക് യു. ഇതിനൊരു അവസാനം ഉണ്ടോ? ഇനി കുറെ നേരമായി അത് കൂട്ടി വെച്ചാല് അയ്യോ താങ്ക് യു. നാണം കെടുത്തിയനെ ഇല്ല, ഞാൻ ബേസിലെ ടീമിൽ കയറേണ്ടി വന്നേ. അപ്പൊ പാത്രം ചൂടായിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു നോക്കാം. അപ്പൊ എണ്ണ ഒന്ന് കായുന്ന സമയത്ത് നമ്മൾ ഇടുക. ഉള്ളി വശത്തിന് ശേഷം അതിന് കൂടെ നമുക്ക് തേങ്ങാക്കൊത്ത് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യണം. നമ്മളത് കുറച്ച് പച്ചമുളക് അതൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ കറിവേപ്പിലയും കൂടി എടുക്കുക. അതെ, ഇത് ജസ്റ്റ് ഒന്നൊരു ചെറിയൊരു കളർ ഷെയ്ഡ് വരുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് അവസാനം ഒന്നും കൂടി കറിവേപ്പില ഇടാം. അതെന്തിനാ? അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ സ്പെഷ്യൽ ഡിഷുമായി ഞങ്ങൾ ഇന്ന്. അപ്പൊ നമ്മൾ ഇത് ഏകദേശം നമ്മളുടെ ആകുന്ന സമയത്ത് കളറൊക്കെ മാറി വരുമ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിന്റെ പ്രത്യേകത ഒരു തരി വെള്ളം ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. കാരണം ചിക്കനിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങും. അപ്പം അതുപോലും മാറണം എന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതിൽ ഈ നമ്മൾ നേരത്തെ ഇട്ടതൊക്കെ ഒന്ന് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക. നമ്മൾ ഈ ബോൺലെസ് ചിക്കൻ എടുത്തത് കൊണ്ട് പെട്ടെന്ന് ആയിക്കോളും. ഒരു 8-10 മിനിറ്റ് മതി എന്നുള്ളതാണ്. കുറച്ച് നേരത്തേക്ക് ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വിഷ്ണു ഇളക്കാന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഇച്ചിരി ഇളക്കം കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ബാക്കി എടുക്കാമെന്ന് വെച്ചു. വലിയ മെച്ചമൊന്നുമില്ല. ഞാൻ ഇളക്കാം അതിലിട്ട്. ഇനി ഒരുപാട് ഇളക്കി കഴിഞ്ഞത് പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം മൂടി വെക്കാം. ഓക്കെ, നമുക്കിനൊരു 8-10 മിനിറ്റ് നിങ്ങളുടെ വേവ് അനുസരിച്ച് അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെക്കണേ.